ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹിന്ദി എജു മന്ത്ര. ഇന്ന് നമ്മൾ ഹിന്ദി ഗ്രാമറിലെ കാൽ അതായത് ടെൻസ് എന്താണെന്ന് പഠിക്കാം. കാൽ ഹിന്ദി ഗ്രാമറിലെ കാൽ, ഇംഗ്ലീഷിൽ നമ്മൾ ടെൻസ് എന്ന് പറയും. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. റെഡി അല്ലേ? ആദ്യമായി നമുക്ക് കാൽ കി പരിഭാഷ, ടെൻസിന്റെ ഡെഫിനിഷൻ നമുക്ക് പഠിക്കാം. ടെൻസിന്റെ ഡെഫിനിഷൻ, കാൽ കി പരിഭാഷ. ആദ്യം നോക്കിക്കോളൂ. ക്രിയാ കെ ഹോനെ കെ സമയ കോ കാൽ കഹത്തെ ഹെ. കാൽ എന്നാൽ എന്താണ്? ക്രിയാ കെ ഹോനെ കെ സമയ കോ കാൽ കഹത്തെ ഹെ. ഒരു സെന്റൻസ് പറയുമ്പോൾ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് അല്ലെ, കർത്ത, കർമ്മ, ക്രിയ, ഈ മൂന്ന് എണ്ണം ചേർന്നാൽ മാത്രമേ നമുക്കൊരു സെന്റൻസ് ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ക്രിയ, കർത്ത, കർമ്മ, ക്രിയ, ഒരു കാര്യം ചെയ്യുന്നു, ഒരു പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ ചെയ്യുന്ന സമയത്തെ സൂചിപ്പിക്കുന്നതാണ് കാൽ എന്ന് പറയുന്നത്. ആ സമയത്തെയാണ് നമ്മൾ കാൽ എന്ന് പറയുന്നത്. ക്രിയാക്കെ ഹോനേക്കെ സമയക്കോ കാൽ കഹത്തെ ഹെ. ക്രിയ നടക്കുന്ന സമയത്തിനെ നമ്മൾ എന്ത് പറയുന്നു? കാൽ എന്ന് പറയുന്നു. ജൈസെ രേഖ ഖാന ബനാ രഹി ഹെ. वेदांत ने कल चित्र बनाया था, മോഹൻ അപ്ന ഗൃഹകാര്യ കരേഗ. ഇവിടെ നോക്കിക്കോളൂ. ആദ്യത്തെ സെന്റൻസ് രേഖ ഖാന ബനാ രഹി ഹെ, അതാണ് ഉദാഹരണം. രേഖ ഖാന ബനാ രഹി ഹെ. രേഖ ഫുഡ് തയ്യാറാക്കുകയാണ് എന്ന് പറയുമ്പോൾ, തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏത് കാലാണ്? വർത്തമാൻ കാൽ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ സെന്റൻസ് നോക്കിക്കോളൂ. വേദാന്ത് ने कल चित्र बनाया था. വേദാന്ത് കൽ ഇന്നലെ ഡ്രോയിങ് ഉണ്ടാക്കിയിരുന്നു, ചിത്രം വരച്ചിരുന്നു എന്ന് പറയുമ്പോൾ ബനായ ഥാ എന്നുള്ളത് കഴിഞ്ഞുപോയി. അപ്പൊ നമ്മൾ എന്ത് പറയുന്നു? ഭൂതകാൽ എന്ന് പറയുന്നു. ആദ്യത്തേത് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു, രേഖ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു? വർത്തമാൻ കാൽ. മൂന്നാമത്തെ സെന്റൻസ് നോക്കിക്കോളൂ. മോഹൻ അപ്ന ഗൃഹകാര്യ കരേഗ. അപ്പോൾ എന്താ? മോഹൻ തൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യും എന്ന് പറയുമ്പോൾ അതെന്താ? ഭവിഷ്യത്താണ്. ഇനി വീടിന്റെ ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി മൊത്തം മോഹൻ ഏറ്റെടുക്കും എന്നുള്ള പറയുമ്പോൾ ഭവിഷ്യത്ത്, വരാൻ പോകുന്നതാണ് കരേഗ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. കാലയ്ക്ക് തീൻ ഭേദ് ഹോത്തെ ഹെ. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഈ ടെൻസ് കാൽ കെ തീൻ ഭേദ്, 3 ഭേദാണ് ഉള്ളത്. ടെൻസിനെ 3ആയിട്ട് തിരിക്കുന്നു. ആദ്യം പറയുകയാണെങ്കിൽ ഭൂതകാൽ എന്ന് വെച്ചാൽ എന്താണ്? പാസ്റ്റ് ടെൻസ്. ഭൂതകാൽ. വർത്തമാൻകാൽ എന്നാൽ എന്താ? പ്രസന്റ് ടെൻസ്. മൂന്നാമത്തെ ഭവിഷ്യത് കാൽ എന്നാൽ എന്താ? ഫ്യൂച്ചർ ടെൻസ്. നമ്മൾ ആദ്യമായിട്ട് ഭൂതകാൽ അതായത് പാസ്റ്റ് ടെൻസ് നോക്കാം. ഭൂതകാൽ. ക്രിയാ കെ ജിസ് രൂപ സേ യേ പതാ ചലേ കി കാം ബീത്തെ ഹുയേ സമയമേ പൂരാ ഹോ ഗയാ ഹെ. കഴിഞ്ഞുപോയി. ബീത്തെ ഹുയേ പറഞ്ഞാൽ കഴിഞ്ഞുപോയി. ക്രിയാ കെ ജിസ് രൂപ സേ യേ പതാ ചലേ കി. ക്രിയയുടെ ആ ക്രിയ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു സെന്റൻസിൽ ക്രിയ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും ആ കാര്യം കഴിഞ്ഞുപോയി, ആ ജോലി കഴിഞ്ഞുപോയി എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഭൂതകാൽ എന്ന് പറയുന്നു. ഉദാഹരണം നോക്കിക്കോളൂ. ജൈസെ നേതാജി നെ കൽ ജണ്ട ഫഹരായാ ഥാ. നേതാജി നെ കൽ ജണ്ട ഫഹരായാ ഥാ. അപ്പോ നേതാജി ഇന്നലെ എന്താണ്? നമ്മുടെ പതാക ഉയർത്തിയിരുന്നു, പതാക പറത്തിയിരുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയി. അതുകൊണ്ട് നമ്മൾ ഭൂതകാൽ. രാധ കൽ സ്കൂൾ ഗയീതി. രാധ ഇന്നലെ സ്കൂളിൽ പോയിരുന്നു എന്ന് പറയുമ്പോൾ ഇന്നലത്തെ കാര്യമാണ്. അപ്പോൾ അതെന്താ? ഭൂതകാൽ. ഭൂതകാൽ കെ ഭേദ്. ഇനി ഭൂതകാലിന്റെ എത്ര ഭേദ് ഉണ്ട് എന്ന് നോക്കാം. എത്ര തരത്തിലുള്ള ഭൂതകാലുണ്ട്? ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് സാമാന്യ ഭൂതകാൽ. ഫസ്റ്റ് ഭേദാണ് സാമാന്യ ഭൂതകാൽ. जिससे भूतकाल की क्रिया के विशेष समय का ज्ञान ना हो उसे സാമാന്യ ഭൂതകാൽ कहते हैं. അതായത് ഈ സാമാന്യ ഭൂതകാൽ എന്നാൽ
കഴിഞ്ഞു പോയതാണ് ഭൂതകാൽ അല്ലെ. എല്ലാ ഭൂതകാൽ എന്ന് പറയുമ്പോൾ ബീത്തേ ഹുയേ സമയാണ്, ഒക്കെ കഴിഞ്ഞു പോയി കഴിഞ്ഞു. പക്ഷേ വിശേഷ സമയക്ക, ഏത് സമയത്താണ് കഴിഞ്ഞത്, ഒരു കാര്യം, ഒരു കർമ്മം, ഒരു ജോലി ഏത് സമയത്താണ് കഴിഞ്ഞതെന്ന് നമുക്കറിയില്ല എങ്കിൽ അതാണ് സാമാന്യ ഭൂതകാൽ. സമയം നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. ഏത് സമയത്ത് ആ കാര്യം കഴിഞ്ഞു എന്ന് നമുക്ക് നിർവചിക്കാൻ കഴിയാത്തതാണ് എന്ത്, സാമാന്യ ഭൂതകാൽ എന്ന് പറയുന്നത്. ഉദാഹരണം, മനീഷാനെ പുസ്തക പഠി. മനീഷ പുസ്തകം വായിച്ചു, പഠിച്ചു എന്ന് പറയുമ്പോൾ മനീഷ എപ്പോൾ പഠിച്ചു എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അത് ഭൂതകാലാണ്, കഴിഞ്ഞു പോയെങ്കിലും എപ്പോൾ കഴിഞ്ഞു എന്ന് നമുക്ക് നിശ്ചയമില്ല. രാംനെ ഖാന ഖായ. രാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, പക്ഷെ എപ്പോൾ കഴിച്ചു എന്ന് അറിയത്തില്ല. അതാണ് സാമാന്യ ഭൂതകാൽ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്തത് നോക്കാം. ആസന്ന ഭൂതകാൽ. क्रिया के जिस रूप से यह पता चले कि क्रिया अभी कुछ समय पहले ही पूर्ण हुई है, उसे आसन्न भूतकाल कहते हैं. क्रिया के जिस रूप से ये അടുത്തതായി നമ്മൾ നോക്കുന്നത് ആസന്ന ഭൂതകാൽ. ആസന്ന ഭൂതകാൽ എന്നാൽ എന്താണ്? ക്രിയാ കെ ജിസ് രൂപ സേ യഹ് പതാ ചലേ കി ക്രിയ अभी कुछ समय पहले ही पूर्ण हुई है, उसे आसन्न भूतकाल कहते हैं. അതായത് ക്രിയ കുറച്ച് സമയം മുമ്പാണ്, ഈ ക്രിയ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നു എന്ത്, കുറച്ച് സമയം മുമ്പാണ് കഴിഞ്ഞിരിക്കുന്നത്. ഒത്തിരി ഭൂതകാൽ പറയുമ്പോൾ ഒത്തിരി കുറേ കാലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു എന്നല്ല, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു, കുറച്ച് സമയം ആയിട്ടുള്ളൂ ആ പ്രവൃത്തി കഴിഞ്ഞിട്ടേ എങ്കിൽ അതാണ് ആസന്ന ഭൂതകാൽ. ഫൽ വാല ആയാ ഹെ. ഫ്രൂട്ട്സ് കൊണ്ടുവരുന്ന ആള് വന്നിരുന്നു എന്ന് പറയുമ്പോൾ കുറച്ച് ഇപ്പൊ വന്നിട്ട് പോയി എന്നുള്ള അർത്ഥമാണ്. രവി അബി വിദ്യാലയ ഗയാ ഹെ. രവി അബി ഇപ്പോൾ സ്കൂളിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ഇപ്പൊ പോയതേ ഉള്ളൂ, ഒത്തിരി നേരമൊന്നും ആയിട്ടില്ല. അപ്പൊ കുറച്ച് മുമ്പ് നടന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ നമ്മൾ എന്ത് പറയുന്നു? ആസന്ന ഭൂതകാൽ എന്ന് പറയുന്നു. അടുത്ത് പൂർണ്ണ ഭൂതകാൽ. അതായത് ക്രിയാ के उस रूप को पूर्ण भूत कहते हैं जिससे क्रिया की समाप्ति के समय का स्पष्ट बोध होता है कि क्रिया को समाप्त हुए काफी समय बीता है. അതായത് क्रिया के उस रूप को पूर्ण भूत कहते हैं. ഏതാണ് പൂർണ്ണഭൂത്? ക്രിയാ की समाप्ति, ക്രിയ നടന്നു കഴിഞ്ഞ് ഒത്തിരി സമയമായി, കുറേ സമയം കഴിഞ്ഞെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? പൂർണ്ണ ഭൂതകാൽ എന്ന് പറയുന്നു. വരുൺ നെ കഹാനി ലിഖീതി. വരുൺ കഹാനി സ്റ്റോറി എഴുതിയിരുന്നു എന്ന് പറയുമ്പോൾ കുറേ ആയി എഴുതിയിട്ട്, കുറേ കാലങ്ങൾക്ക് മുമ്പ് എഴുതി എന്നുള്ളതാണ്, ഒരുപാട് സമയം കഴിഞ്ഞു. അടുത്ത രാം നെ ഖാന ബനായാത. രാമൻ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു എന്ന് പറയുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കിയത് കുറേ മുമ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിന് അർത്ഥം വരുന്നത്. മനസ്സിലായില്ലേ? അതാണ് പൂർണ്ണ ഭൂതകാൽ. അടുത്ത് അപൂർണ ഭൂതകാൽ. जिस क्रिया से यह ज्ञात हो कि भूतकाल में कार्य संपन्न नहीं हुआ था, अभी चल रहा था, जैसे उसे अपूर्ण भूत कहते हैं. അതായത് ഭൂതകാലിൽ കഴിഞ്ഞു, കുറച്ച് മുമ്പാണ് കഴിഞ്ഞിരിക്കുന്നത്, പക്ഷെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? അത് കുറച്ച് മുമ്പ് തുടങ്ങി, അത് കഴിഞ്ഞു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിന് അപൂർണമാണ്, പൂർണ്ണമല്ലാത്ത ഭൂതകാലാണ്. ജയ്സേ, ഉദാഹരണം നോക്കിക്കോളൂ. വർഷ ഹോ രഹീതി. വർഷ മഴ നേരത്തെ പെയ്തു, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, നേരത്തെ പെയ്തു, അപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. വർഷ ഹോ രഹീതി, മഴ പെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അത് ഇപ്പോഴും നടക്കുന്നുണ്ട്. സൗരഭ് ഖേൽ രഹാദ. സൗരഭ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴും കളിക്കുന്നുണ്ട്, നേരത്തെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അപൂർണാണ്. അടുത്തത് संदिग्ध भूतकाल. भूतकाल की जिस क्रिया से कार्य होने में अनिश्चितता अथवा संदेह प्रकट हो उसे संदिग्ध भूतकाल कहते हैं. അതായത് ഭൂതകാലിന്റെ ആ
ക്രിയാസെ കാര്യ ഹോനേമേ അനിശ്ചിതത അഥവാ സന്ദേഹ കാര്യം, അതായത് ഒരു ആ പ്രവൃത്തി നടന്നു എന്നുള്ളതിന് സന്ദേഹമാണ്, സംശയമാണ്, നമുക്ക് ഉറപ്പില്ല എങ്കിൽ അതിനെ സന്ദിഗ്ധ ഭൂതകാൽ എന്ന് പറയുന്നു. വർഷ ഹോ ചുക്കി ഹോങ്കി എന്ന് പറഞ്ഞാൽ എന്താ? മഴ 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 കഴിഞ്ഞിട്ടുണ്ടാവാം, ഉറപ്പില്ല, മഴ കഴിഞ്ഞിട്ടുണ്ടാവാം എന്നുള്ള സന്ദിഗ്ധ ഭൂതകാലം. എപ്പോഴോ മഴ കഴിഞ്ഞിട്ടുണ്ടാവാം എന്ന് പറയുന്ന പോലെ. പിതാജി ദഫ്തർ സേ ലൗട്ടായേ ഹോങ്കേ, അച്ഛൻ പിതാജി ഓഫീസിൽ നിന്നും വന്നിട്ടുണ്ടാവാം, വന്നിട്ടുണ്ട് പക്ഷെ അത് വന്നിട്ടുണ്ടാവാം എന്നുള്ളത് നമുക്ക് സന്ദിഗ്ധാണ്, അതായത് സന്ദേഹമാണ്, അതാണ് സന്ദിഗ്ധ ഭൂതകാൽ. അടുത്ത ഹേതു ഹേതുമത് ഭൂതകാൽ. यदि भूतकाल में एक क्रिया के होने या ना होने पर दूसरी क्रिया का होना या ना होना निर्भर करता है तो वह हेतु हेतुमत भूतकाल क्रिया कहते हैं. അതായത് ഭൂതകാലിൽ തന്നെയാണ് സംഭവിക്കുന്നത് എങ്കിലും ഒരു ക്രിയ നടക്കുന്നതിന് വേറൊരു ക്രിയ അതിന് കാരണമായിട്ടുണ്ടെങ്കിൽ അതാണ് ഹേതു ഹേതുമത് ഭൂത എന്ന് പറയുന്നത്. അത് ഹേതു എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം കാരൺ എന്നാണ്. യദി തും പരിശ്രം കർത്തേ തോ ഫെയിൽ നാ ഹോത്തേ. ഇപ്പൊ ഒരു കുട്ടി ഫെയിലായി എക്സാമിൽ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടിയോട് എന്ത് പറയുന്നു? യദി തും പരിശ്രം കർത്തേ തോ, നീ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് നീ ഫെയിൽ ആവുമായിരുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ക്രിയയ്ക്ക് വേറൊരു ക്രിയ കാരണമാവുകയാണ് ഇവിടെ നടക്കുന്നത്, അല്ലെ? നീ പണ്ടേ പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, നീ നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ ഫെയിൽ ആവുമായിരുന്നില്ല എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അപ്പൊ ഹേതു ഹേതുമത്ത്, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആവുമായിരുന്നില്ല എന്ന് പറയാനായിട്ട് കാരണം, അതാണ് ഹേതു ഹേതുമത്ത്. അത് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവുമായിരുന്നില്ല എന്നുള്ളതാണ് അതിനർത്ഥം. യദി ഗാഡി ധീരെ ചൽത്തി തോ ദുർഘടന നഹീം ഹോത്തി. വണ്ടി പതുക്കെ ഓടിച്ചിരുന്നെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാവുമായിരുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഹേതു ഹേതുമത് ഭൂതകാലാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് വർത്തമാൻ കാൽ. വർത്തമാൻ കാൽ എന്നാൽ പ്രസന്റ് ടെൻസ്. क्रिया के जिस रूप से वर्तमान में चल रहे समय का बोध होता है उसे वर्तमान काल कहते हैं. क्रिया के जिस रूप से വർത്തമാൻ മേ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതിനെ സൂചിപ്പിക്കാനായിട്ട് വർത്തമാൻ കാൽ എന്ന് പറയുന്നു. വർത്തമാൻ കാൽ കെ ഭേദ് സാമാന്യ വർത്തമാൻ കാൽ. ഒന്നാമത്തെ ഭേദാണ് സാമാന്യ വർത്തമാൻ കാൽ. ക്രിയാ കാ വഹ രൂപ് ജിസ്സേ ക്രിയാ കാ വർത്തമാൻ കാൽ മേ ഹോനാ പായാ ജായ് സാമാന്യ വർത്തമാൻ കാൽ कहलाता है. അതായത് ഇപ്പോൾ നടക്കുന്നു എന്ന് പറയാനായിട്ട് സാമാന്യ വർത്തമാൻ കാൽ. അർപ്പിത് പഠിത്താ ഹെ, അർപ്പിത് പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നടക്കുന്നുണ്ട്, അർപ്പിത് പഠിക്കുന്നു. വഹ് ഖാന ഖാത്താ ഹെ, അവൻ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നടക്കുന്ന സംഭവമാണ്, അത് സാമാന്യ വർത്തമാൻ കാൽ. അടുത്തത് അപൂർണ വർത്തമാൻ കാൽ. ക്രിയാ കെ ജിസ് രൂപ സേ യഹ് ബോധ് ഹോ കി वर्तमान काल में कार्य अभी पूर्ण नहीं हुआ, वह चल रहा है, उसे अपूर्ण वर्तमान काल कहते हैं. क्रिया के जिस रूप से बोध हो कि वर्तमान काल में कार्य अभी पूर्ण नहीं हुआ, ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ അത് അപൂർണ വർത്തമാൻ കാലാണ്, പൂർണ്ണ അല്ല. പക്ഷി ചഹചഹാ രഹേ ഹെ, പക്ഷി ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ പക്ഷി നിർത്തിയിട്ടില്ല, ഇപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, അപ്പോൾ അത് അപൂർണ്ണാണ്. ബച്ചെ ഷോർ കർ രഹേ ഹെ, കുട്ടികൾ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു. ഷോർ എന്ന് വെച്ചാൽ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ നിർത്തിയിട്ടില്ല, ഇപ്പോഴും ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്കിൽ അത് അപൂർണ വർത്തമാൻ കാലാണ്. അടുത്തത് സന്ദിഗ്ധ വർത്തമാൻ കാൽ. ജിസ്സേ ക്രിയാ കെ ഹോനെ മേ സന്ദേഹ പ്രകട ഹോ पर उसकी വർത്തമാൻ കാൽ മേ സന്ദേഹ നാ ഹോ. അതായത് ആ ക്രിയ സംഭവിക്കുമ്പോൾ സന്ദേഹമുണ്ട്, പക്ഷേ ഈ വർത്തമാൻ കാലില്, ഈ പ്രസന്റില് സന്ദേഹം ഇല്ലെങ്കിൽ ഉസേ സന്ദിഗ്ധ വർത്തമാൻ കാൽ कहते हैं. മാച്ച് ചൽ രഹാ ഹോഗ, അപ്പോൾ എന്താ, മാച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവാം എന്നുള്ള
ആ സന്ദേഹം. വഹ് സോ രഹി ഹോഗി, എന്തായാലും ഉറങ്ങിയിട്ടുണ്ടാവാം എന്നുള്ളത് പറയുന്നെങ്കിലും ഉറങ്ങി എന്നുള്ളത് ഉറപ്പാണ്, അതിൽ സന്ദേഹമില്ല. എങ്കിലും ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടാവാം എന്ന് പറയുന്ന പോലെ മാച്ച് ചൽ രഹാ ഹോഗ വ സോ രഹി ഹോഗി. അടുത്തത് ഭവിഷ്യത് കാൽ. भविष्य में होने वाली क्रिया को भविष्यत काल की क्रिया कहते हैं. भविष्य में होने वाली क्रिया, ക്രിയയുടെ ഭവിഷ്യ, ഭാവിയിൽ സംഭവിക്കുന്നതിനെ ഭവിഷ്യത് കാൽ എന്ന് പറയുന്നു. ആനെ വാലെ കൽ കാ ബോധ് ഹോത്തോ വഹ് ഭവിഷ്യത് കാൽ എന്ന് പറയുന്നു. വരാൻ പോകുന്നതിനെ സൂചിപ്പിക്കുന്ന കാലാണ് ഭവിഷ്യത് കാൽ. സാമാന്യ ഭവിഷ്യത് കാൽ ആണ് ഒന്നാമത്തേത്. ക്രിയാ കെ ജിസ് രൂപ സെ उसके भविष्य में सामान्य ढंग से होने का पता चलता है, उसे सामान्य भविष्यत काल कहते हैं. സാധാരണ രീതിയിൽ വരാൻ പോകുന്നതിനെ കുറിച്ച് പറയുന്നതാണ് സാമാന്യ ഭവിഷ്യത് കാൽ. പ്രതാപ് കൽ ദില്ലി ജായേഗ, പ്രതാപ് നാളെ ദില്ലിയിലേക്ക് പോകും എന്ന് പറയുമ്പോൾ നാളെ പോകുന്നുള്ളത് അത് സാമാന്യ ഭവിഷ്യത് കാൽ. കൽ വിദ്യാലയ ബന്ദ് രഹേഗ, നാളെ സ്കൂൾ അടയ്ക്കും എന്ന് പറയുമ്പോൾ നാളെ സ്കൂൾ അടയ്ക്കും എന്നുള്ളത് അതൊരു സാമാന്യ ഭവിഷ്യത് കാൽ. അടുത്തത് സംഭാവ്യ ഭവിഷ്യത് കാൽ. ക്രിയാ കെ ജിസ് രൂപ സെ उसके भविष्य में होने की संभावना का पता चलता है, उसे संभाव्य भविष्यत काल कहते हैं. क्रिया के जिस रूप से उसके भविष्य में होने की संभावന എന്ന് വെച്ചാൽ എന്താ, ഭാവിയിൽ നടക്കാം എന്നുള്ള ആ ഒരു സംഭാവന, നടക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നെങ്കിൽ അത് സംഭാവ്യ ഭവിഷ്യത്താണ്. ഷായത് കൽ ദാദാജി ഘൂംനെ ജായേ, നാളെ ചിലപ്പോൾ ദാദാജി കറങ്ങാൻ പോയേക്കാം എന്ന് പറയുമ്പോൾ അത് സംഭാവ്യമാണ്, ഉറപ്പില്ല, നാളെ നടന്നേക്കാം എന്നുള്ളത്, സംഭവിച്ചേക്കാം. കദാജിത് മോഹൻ കൽ യഹാം ആയേ, ചിലപ്പോൾ മോഹൻ നാളെ വരാൻ ചാൻസ് ഉണ്ട്, വരുമോ എന്ന് അറിയില്ല, അങ്ങനെ പറയുന്നതാണെങ്കിൽ സംഭാവ്യ ഭവിഷ്യത് കാലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് കാലാണ്, ടെൻസ് ആണ്. ടെൻസിന്റെ കാലിന്റെ ഭേദാണ് പഠിച്ചത്. കാലിന്റെ 3 ഭേദ് പഠിച്ചു. ഭൂതകാൽ, വർത്തമാൻകാൽ, ഭവിഷ്യത് കാൽ, പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള കുറെ ഭേദ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത് ടെൻസ് ആണ്, കാലാണ്. ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എന്തായാലും എഴുതി അറിയിക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ.